എൻ്റെ ഒരു സുഹൃത്ത് പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷെ അടുത്തിടെ ഞാൻ അവനെ കാണാനിടയായി. എനിക്ക് ആളെ തിരിച്ചറിയാൻ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു. പഴയ പ്രസരിപ്പൊന്നുമില്ല, കണ്ണൊക്കെ അങ്ങ് ഒഴിഞ്ഞ് താടിയൊക്കെ വളർത്തി ആകെ ഒരു നിരാശാഭാവം. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു നോട്ടം മാത്രമായിരുന്നു അവളുടെ മറുപടി. മറ്റു കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, ആരുമായും ഒരു കോണ്ടാക്റ്റും ഇല്ല. വീട്ടുകാർ പറഞ്ഞത് ജോലിക്ക് പോകുന്നു, വരുന്നു, മുറിയിൽ കയറി ഇരിപ്പ. മിക്ക സമയത്തും വളരെ കുറച്ചുള്ള സംസാരം, പിശുക്കി ഒന്നിനും ഒരു താല്പര്യവുമില്ല. ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്ന്. കാരണം പഠനകാലത്ത് നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന പയ്യനാ. പഠിക്കാനും മുൻപിൽ ആദ്യം അവനായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ജോലി കിട്ടിയത്. കാണാനും സുമുഖൻ, വീട്ടിലും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവന്റെ കോണ്ടാക്ട് ഞാൻ തപ്പിപ്പിടിച്ച് വീട്ടിലെത്തി. പിന്നീട് ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങി. ആദ്യമൊക്കെ ആള് തണുപ്പൻ പ്രതികരണമായിരുന്നു. പതുക്കെ ഞങ്ങൾ ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങി. ഒരു ദിവസമാണ് അവൻ ആ രഹസ്യം എന്നോട് പറഞ്ഞത്. ജോലിക്ക് ചെന്നിടത്തുള്ള ഒരു പെൺകുട്ടിയുമായി നല്ല സൗഹൃദത്തിലായി. പൊതുവെ പെൺകുട്ടികളോട് അത്ര സൗഹൃദമുള്ള ആളല്ല. എന്തിനും ഏതിനും ആശ്രയിക്കാവുന്ന ഒരാളെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അവന് കുറച്ചൊരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ പതിയെ സൗഹൃദത്തിന് ഒരു പ്രണയത്തിന്റെ നിറം കൊടുത്തു. ഒരിക്കൽ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞത് ഇവൻ അവൾക്കൊരു നല്ല സുഹൃത്ത് മാത്രമാണെന്നാണ്. ഇത് എന്റെ സുഹൃത്തിനെ വലിയൊരു മാനസിക ആഘാതത്തിലേക്ക് നയിച്ചു. താൻ ചതിക്കപ്പെട്ടുവെന്നും തന്റെ സുഹൃത്ത് വൈകാരികമായി തന്നെ ചൂഷണം ചെയ്തുവെന്നും തനിക്ക് എന്തോ വലിയ കുറവുകളുള്ളത് കൊണ്ടാണ് അവന്റെ പ്രണയം നിരസിക്കപ്പെട്ടതെന്നും ഇനി ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്നും എല്ലാവരും ചതിക്കുമെന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കൂടി വന്നു. ഒറ്റപ്പെടൽ പലപ്പോഴും നമുക്ക് വിഷാദവും ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും എന്തിന് ആത്മഹത്യ പ്രവണതയിലേക്ക് വരെ നയിച്ചേക്കാം. നമുക്ക് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമുക്കും ഉത്തരവാദിത്തമില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.